PSC ഒരു തരത്തിലും ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കാൻ പാടില്ല. ഇത്തിരി ടഫാണ് UP അപേക്ഷിച്ച്. കഴിഞ്ഞ LP ഇതുപോലെ തന്നെ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് പാടായിരുന്നു. വളരെ പാടായിരുന്നു. കട്ട് ഓഫ് വളരെ കുറവായിരിക്കാനാണ് ചാൻസ്. ഇല്ല, സൈക്കോളജി എളുപ്പമായിരുന്നു. കുഴപ്പമില്ല. സൈക്കോളജി ഇത്തിരി ടഫാണ് UP അപേക്ഷിച്ച്. സൈക്കോളജി കുഴപ്പമില്ലായിരുന്നു, കുറച്ച് പാടായിരുന്നു. UPSC പേപ്പർ നോക്കിയോ? UPSC അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പെഡഗോജി കുഴപ്പമില്ലായിരുന്നു, സൈക്കോളജി കുറച്ച് പാടായിരുന്നു. അത് കുഴപ്പമില്ല. PSC എക്സാം വളരെ സിമ്പിളായിരുന്നു. അതേ പ്രതീക്ഷയോടെ വന്ന് നമുക്ക് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു അഭിപ്രായമാണുള്ളത്. വളരെ പാടായിരുന്നു. PSC ഒരു തരത്തിലും ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കാൻ പാടില്ല. കാരണം MSc സൈക്കോളജിയൊക്കെ പഠിക്കുന്ന ലെവലിലോട്ട് സൈക്കോളജി ഉയർന്നു പോയി. അതുപോലെ സയൻസ് കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള LP കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും സ്റ്റാൻഡേർഡുള്ള അധ്യാപകർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സിന് ആവശ്യമില്ല അവർക്ക്. അതാണ്. കറണ്ട് അഫയേഴ്സും വളരെ സ്റ്റാൻഡേർഡുള്ള കറണ്ട് അഫയേഴ്സാണ്. നമ്മളെ UPയുടെ എക്സാം കണ്ടിട്ട് അതിൻ്റെ ഒരു ലെവൽ പ്രതീക്ഷിച്ചാണ് LP എക്സാം എഴുതാൻ വന്നത്. അപ്പോൾ വളരെ വലിയ രീതിയിൽ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നാരോ ആക്കി ബേസിക് ലെവലിൽ പഠിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ബേസിക് ലെവലൊന്നും അല്ല, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് നമ്മുടെ എക്സാം മാറിക്കഴിഞ്ഞു. വളരെ പാടായിരുന്നു. കട്ട് ഓഫ് വളരെ കുറവായിരിക്കാനാണ് ചാൻസ്. ഇല്ല, സൈക്കോളജി എളുപ്പമായിരുന്നു. ഒരുവിധം പഠിക്കുന്നവർക്ക് സൈക്കോളജി എളുപ്പമായിരുന്നു. മലയാളം എളുപ്പമായിരുന്നു, ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. ഫിസിക്സ് കറക്കി കളഞ്ഞു. കറണ്ട് അഫയേഴ്സ് കുഴപ്പമില്ലായിരുന്നു. ഇല്ല, സൈക്കോളജി എളുപ്പമായിരുന്നു. ഒരുവിധം പഠിക്കുന്നവർക്ക് സൈക്കോളജി എളുപ്പമാണ്, അല്ലാത്തവർക്ക് പാടാണ്. എനിക്ക് സൈക്കോളജി എളുപ്പമായിരുന്നു. എക്സാം പ്രയാസമായിരുന്നു, എല്ലാം പ്രയാസമായിരുന്നു. കഴിഞ്ഞ LP ഇതുപോലെ തന്നെ